ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഓണത്തിന് ശേഷം ഒരു ചെറിയൊരു ട്രിപ്പ് പോയിരുന്നു ഹംപിയിലേക്ക്. ഉച്ചയ്ക്ക് ഓണസദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ സ്റ്റാർട്ട് ചെയ്തതാണ് 15th. പിന്നെ 19th മോർണിംഗ് ആയപ്പോഴേക്കും തിരിച്ചെത്തി. അങ്ങനത്തെ ഒരു ചെറിയ കുട്ടി ട്രിപ്പായിരുന്നു കേട്ടോ. സോ അതിന് കുറച്ച് ബിറ്റ്സ് ആൻഡ് കട്ട്സ് ചെറിയ അതായത് ഞങ്ങൾ പോയതും അവിടെ കണ്ട കാഴ്ചകളും പിന്നെ ഓരോരോ മോണ്യുമെൻറ്റ്സ് കണ്ടതും അതിൻ്റെയൊക്കെ ചെറിയ ബിറ്റ്സ് ഞാൻ ഇതിലിടാം, ഈ വീഡിയോയിലിടാം. ബട്ട് ബിഫോർ ദാറ്റ് ഞാൻ ഹംപിനെ പറ്റി ചെറിയൊരു ഹിസ്റ്ററി പറഞ്ഞുതരാം. 14th century വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു ഹംപി. ഹംപി ഇപ്പോൾ ഉള്ളത് കർണാടക സ്റ്റേറ്റിലാണ്, ഇന്ത്യയിൽ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് കൺസേർവ് ചെയ്ത് പോരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹംപി. ഞങ്ങൾ 15th ഓണസദ്യയൊക്കെ കഴിച്ച് മെല്ലെ ഇറങ്ങുമായിരുന്നു ചെയ്തിരുന്നത്. എന്നിട്ട് ഞങ്ങളെ കൂടെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു, അർജുനും അഭിരാമിയും. അപ്പോൾ അവരെ കൊയിലാണ്ടിയിൽ നിന്ന് പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ സ്റ്റോപ്പ് എടുത്തത് കൂർഗിലാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ നെക്സ്റ്റ് ഡേ 16th കൂർഗിൽ നിന്ന് നേരെ ഹംപിയിലോട്ട് പോവുകയാണ്. ഒരു ആഫ്റ്റർനൂൺ മിഡ് ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ എത്തി. സോ അതുവരെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വാ. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് എങ്ങോട്ടാ? ഹംപി. നമ്മള് ഹംപിയിലോട്ട് പൊക്കോണ്ടിരിക്കാണ്. ഇപ്പൊ നമ്മള് കാലിക്കറ്റ്, എവിടെ സ്ഥലം? കാലിക്കറ്റ് കഴിഞ്ഞു. അപ്പൊ ഇനി കൊയിലാണ്ടി എത്തിയിട്ട് വേറെ 2 ആൾക്കാരും കൂടെ പിക്ക് ചെയ്തിട്ടാണ് നമ്മള്, വേറൊരു ഫാമിലിയും കൂടെ പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഹംപിയിൽ പോകുന്നത്. സോ watch along with us. അല്ലേ? ലവ്, സബ്സ്ക്രൈബ്. ഓക്കെ, വേണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്നും നല്ല അമർത്തിയ കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ അടിക്കാം, വേണമെങ്കിൽ ലൈക്ക് അടിച്ചോളൂ. ആ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി വേണമെങ്കിൽ മാത്രം. ഓക്കെ, നമ്മളിപ്പോ കൊണ്ടൊക്കെയാണ്. അപ്പം വഴിയിലൂടെ പോകുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹായ്, നമ്മളെവിടെയാണ്? സ്ഥലത്തിന്റെ പേരെന്താ? അല്ല, കൂർഗ്. എവിടെയാണ്? കൊടകായ. മറ്റേ മാപ്പൊക്കെ കാണിച്ചു കൊടുത്തോ. ആ മാപ്പ്. ഞങ്ങളിപ്പോ ഉള്ളത് ഇവിടെയാണ്. ഇവിടെ നിന്ന് എങ്ങോട്ടോ പോകണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത്, മാപ്പ് കാണിച്ചു തരാം. ഉള്ളത് വിരാജ് വീട്ടിലാണ്. ഇങ്ങനെ പോയി ഹസൻ ഡിസ്ട്രിക്റ്റിൽ ഹംപി എത്തണം. ഓക്കെ, ഇത്രയും പോകാനുണ്ട്. ഇത്ര എത്തിയിട്ടുള്ളൂ. റോഡ് ഭയങ്കര മോശമായിരുന്നു, അതുകൊണ്ട് എല്ലാവരും നല്ല ടയേർഡാണ്. കണ്ടില്ലേ? ബനാന ബൺ. ബനാന ബൺ, മാംഗ്ലൂർ ബൺ, കർണാടക സ്പെഷ്യൽ ബൺ. ക്രിസ്പിയസ്റ്റ് വട ഐ ഹാവ് എവർ. കൂർഗിൽ നിന്ന് നമ്മളൊരു 7:30 ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു.
ടു ഹംപി. ആൻഡ് പോകുന്ന വഴിക്ക് നമ്മൾ അത്യാവശ്യം നിർത്തി എല്ലായിടത്തും നിർത്തിയിട്ടാണ് പോയത്. ഇത് കൂർഗിലൊരു അമ്പലത്തിൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് മെല്ലെ സൈഡാക്കി ഒന്ന് റെക്കോർഡ് ചെയ്തതായിരുന്നു ഇത്. ഗൈസ്, നമ്മൾ പോകേണ്ട വഴി കൂടെ പോയപ്പോൾ അവിടെ ഒരു കണ്ടെയ്നർ മറിഞ്ഞു കിടക്കുന്നു. അപ്പൊ നമ്മൾ അതിവിദഗ്ധമായി വേറൊരു റൂട്ട് ഗൂഗിൾ അമ്മ പറഞ്ഞ റൂട്ടിലൂടെ പൊക്കോണ്ട് നിക്കാണ്. വൈബുണ്ട്, നല്ല വൈബുണ്ട് കണ്ടില്ലേ? വൈബുണ്ട്, നല്ല വൈബുണ്ട്. ഫുൾ വിജനമായ ഏരിയ ആണെന്നേ ഉള്ളൂ. ഒരു പട്ടിക്കാട്. ഓ കണ്ടോ, ഓഫ് റോഡ്. ഉച്ചയ്ക്ക് നമ്മൾ ഏതോ വഴിയിൽ കണ്ട ഒരു ഹോട്ടലിൽ നിർത്തി. വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ കയറിയപ്പോൾ നല്ല മട്ടൻ ചാപ്സും നല്ല ബസ്മതി റൈസിൻ്റെ വൈറ്റ് റൈസും ഉണ്ടായിരുന്നു. പിന്നെ ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞപ്പം അവർ ജസ്റ്റ് പെപ്പറൊക്കെ ഇട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തൊരു ചിക്കനാണ് കൊണ്ടുവന്നത്. പക്ഷെ മട്ടൻ ചാപ്സ് ഒരു രക്ഷയില്ലായിരുന്നു. കണ്ടില്ല, ഭയങ്കര ജ്യൂസി ടെൻഡറായിട്ടുള്ള മീറ്റായിരുന്നു. ഗ്രേവി അടിപൊളിയായിരുന്നു. നല്ലൊരു മീലായിരുന്നു അത്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പോകുന്ന വഴിക്ക് വീണ്ടും ട്രാവൽ ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ജസ്റ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്നുകൂടി ഒന്ന് ഫ്രഷ് ആവാൻ. അപ്പം നോക്കുമ്പോൾ ഫുള്ള് കാറ്റാടി പാടങ്ങളായിരുന്നു രണ്ട് സൈഡിലും. പിന്നെ ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ നല്ല അറ്റ്മോസ്ഫിയർ, നല്ല കൂളുമായിരുന്നു. നമ്മളിപ്പോൾ എവിടെയാണ് ഗൈസ് ഉള്ളത്? ഏതോ സ്ഥലം, കർണാടകയാന്ന് മാത്രമേ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും നന്നായിട്ട് ഇരുളാൻ തുടങ്ങി കേട്ടോ. ഫുള്ള് ആകാശമൊക്കെ മേഘമൊക്കെ. പിന്നെ അങ്ങോട്ടേക്ക് പോയി അടുക്കും തോറും, അതായത് ഹംപി അടുക്കും തോറും കുറച്ചൊരു ടെറൈനൊക്കെ ഒന്ന് മാറാൻ തുടങ്ങി. കുറച്ചിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ പാറകളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി. ഒരു ഡെക്കാൻ ആ ഒരു സ്റ്റൈൽ ഓഫ് പാറകളുണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഹംപി സിറ്റി ഫ്ലറിഷായ തുംഗഭദ്രേൻ്റെ സൈഡിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. സൺസെറ്റിൻ്റെ ടൈമൊന്നും ആയിട്ടില്ലെങ്കിലും നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ മേലെ നിന്നപ്പോൾ ഒരു സൺസെറ്റ് ഫീലിംഗ് ആണ് കിട്ടിയത്. കാരണം കുറച്ച് മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ടേ. നമ്മൾ നോർത്ത് ഹംപിയിലായിരുന്നു സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത്. അവിടെ ഫുള്ളൊരു ബാലി വൈബായിരുന്നു. ഫുള്ള് പാടത്തിന് നടുക്കൊരു സ്റ്റേ, അങ്ങനെയായിരുന്നു സംഭവം. നമ്മളവിടെ സ്റ്റേ ഒക്കെ എത്തിയിട്ട് നമ്മളെ കോട്ടേജിൻ്റെ തൊട്ട് ബാക്കിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ഞാനൊന്ന് ഷോ ഓഫ് ഇറക്കിയിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റേൻ്റെ അടുത്തുള്ള നോർത്ത് ഹംപി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അത് ഈ തുംഗഭദ്ര റിവറിൻ്റെ ഒരു ചെറിയ കനാല് പോലെയുള്ളൊരു സ്പേസാണിത്. വെള്ളമൊക്കെ പോകുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു സൺസെറ്റ് പോയിന്റിലോട്ടാണ് പോയത്. ദൂരം നോക്കിയപ്പോൾ കുറേ ആൾക്കാർ പാറേൻ്റെ മേലെ നിൽക്കുന്ന കണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി നോക്കിയപ്പോൾ അടിപൊളി ഏരിയ ആയിരുന്നു. നല്ല അടിപൊളി സൺസെറ്റ്. കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ആഞ്ജനേയ ഹിൽസ് കയറി. രാവിലെ ഒരു 6 o'clock ആയപ്പോഴേക്കും കയറി. അപ്പോൾ കുറച്ച് പഴനീൻ്റെ അത്ര സ്റ്റെപ്സൊന്നും ഇല്ലെങ്കിലും കുറച്ച് സ്റ്റെപ്സ് ഉള്ള ഒരു ചെറിയൊരു അമ്പലമാണ്. മേലെ ഒരു വലിയ ആൾക്കാർ തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മളിങ്ങനെ ഈ മല കയറുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ലൈക്ക്
ഈ റിലാക്സ് ചെയ്യാനുള്ള ചെറിയ ചെറിയ ഏരിയകളുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. ഹോൾ ഹംപി കാണാം നമുക്ക് ബോത്ത് സൈഡ് ഓഫ്, അതായത് ആ തുംഗഭദ്ര പുഴേൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ള രണ്ട് ഇതും കാണാം നമുക്ക്. പണ്ടത്തെ ഹംപി സിറ്റി, ഇപ്പുറത്തെ ഫുള്ള് പാടങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലങ്ങളും കാണാം. ഞങ്ങൾ സ്റ്റേ ഒക്കെ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ, മേലേന്ന്. ഈ ഒരു വ്യൂ പോയിന്റിലെത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ചെറിയൊരു ടൈം ലാപ്സ് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് മെല്ലെയാണ് പോയത്. സൺറൈസിൻ്റെ ആ ടൈമും കൂടിയായിരുന്നു. അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് ഹംപിയുടെ ദീർഘമായ വീക്ഷണവും എൻ്റെ ദീർഘമായ നിശ്വാസവുമാണ്. എന്താ അല്ലേ, കുറച്ച് സ്റ്റെപ്സ് കയറിയപ്പോഴേക്കും പകുതി ജീവൻ പോയ പോലെയായിരുന്നു. പക്ഷേ നിങ്ങൾ ആ വിഷ്വൽസൊക്കെ ഒന്ന് ആസ്വദിച്ച് വരും. അങ്ങനെ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ മേലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അങ്ങനെ ലാസ്റ്റ് എത്തി. ഇനി കുറച്ച് നേരം ഇവിടെയൊക്കെ ഒന്ന് ആസ്വദിച്ച് മെല്ലെ നമുക്ക് താഴേക്ക് ഇറങ്ങിയാൽ മതിയല്ലോ എന്നുള്ളൊരു ആശ്വാസം കൊണ്ടാണ് അവിടെ എത്തിപ്പെട്ടത്. നോക്കുമ്പോൾ ഒരാളും മനുഷ്യനുമില്ല, കുറച്ച് 1-2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അതുകൊണ്ട് വല്ലാത്തൊരു റിലാക്സേഷൻ ആയിരുന്നു. ആരും ഇല്ല, നമ്മൾ മാത്രം, പിന്നെ ഈ അടിപൊളി വ്യൂ. ആ പോയിന്റിൽ നിന്ന് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലം നല്ലപോലെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ചെറുതായിട്ട് സൂമൊക്കെ ചെയ്ത് പിന്നെ മെല്ലെ നോക്കിയതാണ്. പിന്നെ അവിടെ കുറേ നേരം ഇരുന്ന് കുറേ സംസാരിച്ച് സൺറൈസൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ടാണ് മടങ്ങിയത്. കാരണം ഇനി ഫുള്ള് കുറേ നടക്കാനുള്ളതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയായിരുന്നു. പിന്നെ അധികം വൈകാണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. അപ്പോൾ ആൾക്കാരൊക്കെ മേലോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ, കുറേ പേര് മേലോട്ട് കാണാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങുമ്പോഴും ഒരേ അവസ്ഥ തന്നെയായിരുന്നു, കിതപ്പന്നെ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി തിരിച്ച് റൂമിലോട്ട് മടങ്ങി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ഇന്ന് മൊത്തം ഹംപി എക്സ്പ്ലോർ ചെയ്ത് തീർക്കാനുള്ള ഒരു ദൃഢപ്രതിജ്ഞയോടെ ഞങ്ങൾ ഇന്ന് മെല്ലെ അങ്ങനെ സ്റ്റേന്ന് ഇറങ്ങി. ബായ് പറഞ്ഞോ, ബായ് ബായ്. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് സൂസി? നമ്മളെങ്ങോട്ടാ പോകുന്നത്? അങ്ങനെ വാടിക്കല്ല, എങ്ങോട്ടാ പോകുന്നത്? വിരൂപാക്ഷ ടെമ്പിൾ. ഓക്കെ ബായ്. അങ്ങനെ വിതാല ടെമ്പിളിൽ നമ്മൾ എത്തിയപ്പോൾ ഫുൾ നല്ല ക്യൂ ആയിരുന്നു. കാരണം നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അവർ അവിടുന്ന് ഒരു ബഗ്ഗി സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പം ആ ബഗ്ഗി സർവീസിന് നല്ല ക്യൂ ആയിരുന്നു രാവിലെ. ഹംപി എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർ ആദ്യമായിട്ട് വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് വിതാല ടെമ്പിൾ. അതുകൊണ്ടാണ് രാവിലെ ഭയങ്കര ക്യൂ ആയിരുന്നു ബഗ്ഗിക്ക്. കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം തിരിച്ച് മടങ്ങി വന്നപ്പം ബഗ്ഗിക്ക് ക്യൂവേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബഗ്ഗിയിലൊക്കെ കയറി വിതാല ടെമ്പിൾ കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഓരോ വർക്കൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. ഇപ്പം തന്നെ കണ്ടില്ല, ആ സ്കൈയും ആ ഗോപുരവും ഒക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എത്ര കൊല്ലങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയതാണെന്ന് ആലോചിക്കുമ്പം ഒന്നുകൂടി അത്ഭുതമാണ് ആക്ച്വലി. അങ്ങനെ ഇവിടെ ആ വിതാല ടെമ്പിളിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ബസാറിനെ പറ്റിയിട്ടുള്ളൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കണത്. അതായത് ഇതൊക്കെ ബസാറായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങ് വരെ ഉണ്ട്, പക്ഷെ ഒക്കെ റീസ്റ്റോർ ചെയ്ത് കൊണ്ടുവരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഹംപിയിൽ അവശേഷിക്കുന്ന കയ്യിലെണ്ണാവുന്ന അമ്പലങ്ങളിൽ ഒരമ്പലമാണ് വിതാല ടെമ്പിൾ.
അതിൻ്റെ ഗ്രാൻഡ്യൂർ ഒന്ന് വേറെ തന്നെയാണ്. അമ്പലം ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഇവരുടെ കൊട്ടാരം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓരോ സ്ട്രക്ചേഴ്സും ഓരോ വർക്ക്സും ഒന്നിലൊന്ന് മെച്ചെന്ന് പറയാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മൾ 50 രൂപ നോട്ടിലുള്ള ചാരിയറ്റില്ലേ, അതാണ് ഇത്. വിതാല ടെമ്പിളിൻ്റെ ഓരോ മണ്ഡപാസാണ്. കുറേ മണ്ഡപാസ് ഉണ്ട്. 1, 2, 3, 4. അതാണ് മെയിൻ ടെമ്പിൾ. ഇതൊക്കെ മണ്ഡപമാണ്. ഈ ടെമ്പിളിലാണ് കേട്ടോ മ്യൂസിക്കൽ പില്ലേഴ്സൊക്കെ ഉള്ളത്. അതായത് നമ്മളിങ്ങനെ ആ കുഞ്ഞു കുഞ്ഞു പില്ലേഴ്സിൽ ഇങ്ങനെ കൊട്ടിയാൽ ചെറിയ ചെറിയൊരു തബലേൻ്റെയൊക്കെ ഒരു ശബ്ദം പോലെ ഒരു സൗണ്ട് ഉണ്ടാക്കും. അത് നമ്മൾ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാനപ്പോൾ ഇങ്ങനെ ഓരോ ഈ ഫീച്ചേഴ്സൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാൻ വാക്കുകളില്ല. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ, അത്രയ്ക്കും അടിപൊളിയായിരുന്നു. അങ്ങനെ വിതാല ടെമ്പിളിൽ നമ്മൾ മാക്സിമം ക്രാഫ്റ്റ്മാൻഷിപ്പും ഓരോ ഡീറ്റെയിൽസൊക്കെ നോക്കി അങ്ങനെ മാക്സിമം ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ തിരിച്ച് ബഗ്ഗിയിലോട്ട് തന്നെ പോയി. അങ്ങനെ നമ്മൾ തിരിച്ച് വിതാല ടെമ്പിളിന് ബൈ ഒക്കെ പറഞ്ഞു അവിടെ നിന്ന് മെല്ലെ ബഗ്ഗിയിൽ തിരിച്ചു പോയി. അങ്ങനെ തിരിച്ചു പോകുമ്പോഴും ഞാൻ ഓരോന്ന് ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ടെമ്പിളിൻ്റെ ഓരോ ആ ബസാറൊക്കെ കണ്ടില്ലേ, ഇത്രയും ദൂരമുണ്ട് ബസാർ. ഇത് പുഷ്കരണി എന്ന് പറയുന്ന ഒരു ചെറിയൊരു കുളം പോലെയാണ്. അതും എടുത്ത് പിന്നെ നമ്മൾ നേരെ പോയത് ക്യൂൻസ് ബാത്തിലാണ്. നമ്മളെ രാജ്ഞീൻ്റെ കുളിസ്ഥലം അല്ലെങ്കിൽ കുളിപ്പുര എന്നൊക്കെ പറയില്ലേ, ആ സ്ഥലത്തിലോട്ടാണ് പിന്നെ നമ്മൾ പോയത്. ക്വീൻസ് ബാത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ജയ്പൂർ, രാജസ്ഥാൻ അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളിലെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറിയൊരു ഫീലിംഗ് ആയിരുന്നു. കാരണം ഈ ഒരു ബിൽഡിങ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ ഒരു എക്സാമ്പിളാണ്. അത് ഫുള്ള് ഹിന്ദു സ്റ്റൈലുമാണ്, മുസ്ലിം സ്റ്റൈലുമാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറായിരുന്നു. അപ്പം എനിക്ക് അവിടെ എത്തിയപ്പം ചെറുതായിട്ടൊരു ജയ്പൂർ അല്ലെങ്കിൽ രാജസ്ഥാൻ അവിടേക്ക് എത്തിയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ആദ്യം തോന്നിയത്. ഇത് പക്ഷേ ശരിക്കും രാജ്ഞീൻ്റെ കുളിസ്ഥലമാണ്. ഈ കുളിക്കുന്ന ഈ താഴെ ഫുള്ള് ഒന്നുകിൽ നല്ല എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ കലക്കിയ വെള്ളം അല്ലെങ്കിൽ ഫ്ലവേഴ്സൊക്കെ കലക്കിയ വെള്ളം അങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇതിന് ചുറ്റും ഒരു വാട്ടർ ഡക്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതായത് വെള്ളം പുഴയിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന രീതിയിലുള്ള സീവേജ് സിസ്റ്റം അടക്കം ഈ ക്വീൻസ് ബാത്തിന് ഉണ്ടായിരുന്നു അത്രേ. അപ്പം ഞാനിതിൻ്റെ സീലിങ്ങൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. നല്ല വോൾട്ട് പോലത്തെയൊക്കെ, ശരിക്കും ഒരു ഇൻഡോ ഇസ്ലാമിക്, അതായത് നമ്മൾ മുസ്ലിം പള്ളിയിലൊക്കെ കാണുന്ന ടൈപ്പുള്ള ആ പള്ളിയിലെ ഫീച്ചേഴ്സും ഉണ്ട്, നേരെ മറിച്ച് ഹിന്ദു ആർക്കിടെക്ചറിൻ്റെ ഫീച്ചേഴ്സും ഉണ്ട്. രണ്ടും ഒരു കൂടിയൊരു ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ് ഇത്. ഞാൻ തൊപ്പി തിരിച്ചിരുന്നാലും എനിക്ക് എല്ലാം കാണുള്ളൂ. ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് എവിടെയാണ്? ഇപ്പോൾ വന്നിരിക്കുന്നത് ദ റോയൽ എൻക്ലോഷറിലോട്ടാണ്. 49 അതിൻ്റെ പേര് എന്ന് പറയണത്.
മഹാനവമി ഡിബ്ബ. ഇതാണ് ഗൈസ് മഹാനവമി ഡിബ്ബ. ഇത് പണ്ടത്തെ രാജാക്കന്മാർ ഒത്തുകൂടിയിരുന്ന മീറ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെയുള്ള സ്ഥലമാണ്. മെയിൻ പ്രൊട്ടക്ഷൻ വേണ്ടിയതുകൊണ്ടാണ് ഇത് ഇത്ര വലിയ ഫൗണ്ടേഷൻ ഒക്കെ കിട്ടിയിരിക്കുന്നത്. കുളിസീൻ കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് രാജാവിന്റെ വെള്ളമടി കാണുവാൻ വേണ്ടിയാണ്. എല്ലാവരും വരും. ദ റോയൽ എൻക്ലോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാര സമുച്ചയങ്ങൾ, അതായത് ഒരു രാജാവിൻ്റെ ആവശ്യമായിട്ടുള്ള ബിൽഡിങ്സ് എല്ലാം കൂടി ചേർന്ന ഒരു സ്ഥലമാണ് റോയൽ എൻക്ലോഷർ. അവിടെ ഈ രാജാവിന് കാണാനുള്ള ഇതും, പിന്നെ കോർട്ട്, പിന്നെ ഈ മന്ത്രിസഭ കൂടുന്ന സ്ഥലം, പിന്നെ സീക്രട്ട് ചേമ്പേഴ്സ്, അങ്ങനെ കുറേ ബാക്കിയുള്ള അവശിഷ്ടങ്ങളേ ഉള്ളൂ. അതിൻ്റെ മേലേക്കൊന്നുമില്ല. ആകെയുള്ളത് അവിടെയുള്ള ആ തറക്കല്ലുകൾ മാത്രമേ ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നുള്ളൂ. ഈ വലിയ പ്ലാറ്റ്ഫോം ഇല്ലേ, അതാണ് മഹാനവമി ഡിബ്ബ. അത് ഈ ദസറ ഫെസ്റ്റിവലിന് രാജാവും രാജ്ഞിയും മന്ത്രിമാരും എല്ലാവരും കൂടിയും അതിന് മേലെ പോയിരുന്നിട്ട് ദസറ ഫെസ്റ്റിവൽ താഴെ നിന്ന് കണ്ട് ആസ്വദിക്കും. അതിനാണ് ഈ ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയേക്കണം. ഈ മഹാനവമി ഡിബ്ബയിൽ നിറയെ കൊത്തുവർക്കാണ്. അതിൽ അവിടെ നടന്നിരുന്ന ഓരോ കലാപരിപാടികളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ ആനപ്പോര്, പിന്നെ അതായത് ഫൈറ്റിംഗ് ഒക്കെ, അതൊക്കെ അതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. പിന്നെ ഡാൻസ്, പാട്ട്, അതൊക്കെ അതിൽ കറക്റ്റായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ട സ്റ്റോൺ വർക്കിൽ കണ്ടില്ലേ, ആൾക്കാരുടെ മുഖം ഒരു ചൈനീസ് അല്ലെങ്കിൽ റഷ്യൻ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാർ, അത്രയും ആൾക്കാർ ഇവിടെ വന്നിരുന്നു. അവരുടെ കലാപരിപാടികളൊക്കെ ഇവിടെ പെർഫോം ചെയ്തിരുന്നു. അതൊക്കെയാണ് ഈ കൊത്തുവർക്കിൽ മെയിനായിട്ട് അവർ അതായത് സ്കൾപ്റ്റ് ചെയ്ത് എടുത്തിരിക്കണം. പിന്നെ ഓരോരോ ഹണ്ടിങ്, പിന്നെ അതായത് രാമായണോ ഭാഗവതോ അതിൻ്റെയൊക്കെ അതിലെ ഓരോ സ്റ്റോറീസൊക്കെ അതിൽ അവർ കൊത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിൽ നമുക്ക് ആനപ്പോര് കാണാം. കുറേ ആനകളിങ്ങനെ കയ്യിൽ ഫൈറ്റ് ചെയ്യുന്ന പോലത്തെ സീക്വൻസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മേലെ നിൽക്കുമ്പോൾ നല്ല കാറ്റായിരുന്നു. ചൂടങ്ങനെയൊന്നുമില്ല, ആ ഒരു കത്തുന്ന ചൂടൊന്നുമില്ല, വേർക്കുന്നൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ സൈഡിൽ കൂടെ, അതായത് മേലെ തന്നെ സൈഡിൽ കൂടെ താഴത്തോട്ടൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട്, അത് കൂടെ ബാക്കിലൂടെ ഇറങ്ങാൻ പറ്റും. അങ്ങനെ അവിടെ ഇറങ്ങി കുറച്ച് നേരം അവിടെ ഇരുന്നു. എനിക്ക് മനസ്സിലാകാത്തത്, ഈ റോയൽ എൻക്ലോഷറിൽ കുറേ കുളങ്ങൾ, അതായത് പബ്ലിക് ബാത്ത്, കിങ്ങിൻ്റെ ബാത്ത്, പിന്നെ കുളം, വേറെ തന്നെ ഒരു കുളം കുറേ ഉണ്ടായിരുന്നു. ഈ കുളത്തിലേക്കൊക്കെ ഇവർ സെപ്പറേറ്റ് അക്വാഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ നേരെ കാണുന്ന ഇതുണ്ടല്ലോ, ഇങ്ങനെ അതായത് എന്താ പറയുക, ഇങ്ങനെ സ്റ്റോൺ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് വെക്കണ ഈ സാധനം, അത് ശരിക്കും വെള്ളം പോയിരുന്ന ഓവുചാലായിരുന്നു അത്രേ. അതിൽ നിന്ന് നേരെ കണ്ടോ ഈ കുളത്തിലോട്ട് അവർ കണക്ഷൻ കൊടുത്തിരിക്കണുണ്ടല്ലേ, ആ ഇതിൽ നിന്ന് അക്വാഡക്റ്റിൽ നിന്ന്. അങ്ങനെയൊക്കെയായിരുന്നു, സെറ്റപ്പായിരുന്നു സംഭവം. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ഇതെന്തിനാ ഇത്രയും കുളം എന്നാണ് ഞാൻ ആലോചിക്കണത്. കാരണം ആ റോയൽ എൻക്ലോഷറിൽ തന്നെ 2, 3, 4, 5 എണ്ണം ഉണ്ട് കുളം. അതും കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള മെയിൻ ബിൽഡിങ്സിൻ്റെ ഫൗണ്ടേഷൻസൊക്കെ. എല്ലാവരും നോക്കുവാണെങ്കിൽ എല്ലാവരും നോക്കിക്കേ. ചേംബറല്ലേ? ഈ താഴോട്ട് ഇറങ്ങി പോകുന്നത് ഒരു ചേംബറിലോട്ടാണ്, ഒരു സീക്രട്ട് ചേംബർ. അതായത് കൊട്ടാരം, രാജാവും മന്ത്രിമാരും സീക്രട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ ഉണ്ടാക്കണമെങ്കിൽ അവർ ഈ സീക്രട്ട് ചേംബറിൽ ആണ്
മീറ്റ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. ഇത് അണ്ടർഗ്രൗണ്ടാണ്, കണ്ടോ, അതിൻ്റെ മേൽക്കൂര പോയതാണ് അത് കണ്ടത്, ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ കണ്ടത്. പിന്നെ അവിടെ ഒരു ബോർഡിൽ എഴുതിയിരുന്നതായിരുന്നു, അതായത് നമ്മൾ മൈസൂരിലെ സിംഹാസനം ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയതാണെന്നാണ് പറയുന്നത്. ഫുള്ള് കൊട്ടാരം മോഡലായിരുന്നു. നമ്മളെ ടിപ്പും സുൽത്താനും ഫുള്ള് പടയോട്ടം നടത്തിയില്ല, ആ ഓട്ടത്തിലൊക്കെ പൊളിഞ്ഞു പോയത്. അമ്മാരി ഓട്ടമായിരുന്നു. ഇടയ്ക്ക് വായ തുറക്കുള്ളെങ്കിലും തുറക്കുമ്പോഴൊക്കെ ഭയങ്കര മരണമാസമായിട്ട് ചളി പറയുന്ന ടീമാണ് വിഷ്ണു. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് അവിടെ പണ്ട് ഉണ്ടായിരുന്ന ആനകൾക്കും പിന്നെ ഒഫീഷ്യൽസിൻ്റെ കുതിരകൾ, അവർക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള ടാങ്കുകളും പിന്നെ വെള്ളം ഇങ്ങനെ നിറച്ച് വയ്ക്കുന്ന ആ വലിയ ഇത് കണ്ടോ, വലിയ ഡക്റ്റ്, അത് ഏകദേശം 2000 ലിറ്ററോളം വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങ് കാണുന്നതാണ് എലിഫൻറ്റ് ടാങ്ക്, അതായത് ആനയ്ക്ക് കുടിക്കാനുള്ള വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ടാങ്ക്. ഈ ഡക്റ്റ് പോലത്തേൽ കുതിരകൾക്കും പിന്നെ പശുക്കൾക്കും അതിനൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉണ്ടാക്കി വെച്ചത്. സംസാരിച്ച് ഈ വീഡിയോ ഇപ്പോൾ അത്യാവശ്യം തന്നെ നല്ല ലെങ്തി വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ശേഷം കണ്ട കാഴ്ചകളൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ടിൽ ദെൻ ബൈ.